നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് ഡാളസിലെ സെന്റ് ഗ്രിഗോറിയസ് ഇടവക അംഗവും മുൻ ഭദ്രാസന സൺഡേ സ്കൂൾ സെക്രട്ടറിയുമായ അലക്സാണ്ടറാണ്. അങ്ങേക്ക് വർത്തമാനത്തിലേക്ക് സ്വാഗതം. താങ്ക് യു ബെന്നി, താങ്ക് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്ത് ഈസ്റ്റിലെ നിക്കോളാസ് തിരുമേനിയും അതോടൊപ്പം നമ്മുടെ തുമ്പവൺ ഭദ്രാസനത്തിലെ സെറാഫിൻ തിരുമേനിയും, ഈ തിരുമേനി രണ്ടുപേരും ഒരേ ആംഗിളിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒന്ന്, മെത്രാന്മാരുടെ ട്രാൻസ്ഫർ അത് പ്രായോഗികമല്ലെന്നാണ് രണ്ടുപേരും പറഞ്ഞു വെച്ചത്. അതോടൊപ്പം ഇപ്പം നമ്മുടെ സഭയിൽ വൈദികർക്ക് ട്രാൻസ്ഫർ ഉണ്ട്. ഈ വൈദികരുടെ ട്രാൻസ്ഫർ പോലും അത് അവർക്ക് രണ്ടുപേരുടെ അഭിപ്രായത്തിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഉള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അവർ പങ്കുവച്ചത് അങ്ങനെയാണ്. രണ്ടുപേരുടെ അഭിമുഖത്തിൽ അങ്ങനെ ഒരു സൂചനയാണ് അവർ നൽകിയത്. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? മുകളിൽ പറഞ്ഞ രണ്ട് തിരുമേനിമാരെയും വളരെയധികം അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിരുന്നാലും അവരുടെ ആ ഒരു അഭിപ്രായത്തിനോട് വ്യക്തിപരമായി എനിക്ക് അല്പം വിയോജിപ്പുണ്ട്. പക്ഷെങ്കിൽ സഭയുടെ നേതാക്കന്മാർ, സഭയുടെ പുരോഹിതന്മാർ, സഭയുടെ മെത്രാപ്പോലീത്തമാർ എന്ത് തീരുമാനമെടുത്താലും അത് നന്മയ്ക്ക് മാത്രമാകുന്നു എന്ന് കരുതി അത് മാത്രം ഫോളോ ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ അഭിവന്യ സക്രിയാസ് മാർ നിക്കോളാവസ് മെത്രാപ്പോലീത്ത 92-93 മുതൽ അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകളും വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരാളിൻ്റെ കഴിവ് അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കഴിവാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ്. നമ്മുടെ സഭയിലുള്ള എല്ലാ മെത്രാപ്പോലീത്തമാരും വളരെ പ്രഗത്ഭരാണ്. പ്രത്യേകിച്ച് ഈ തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രഗത്ഭനായ, അമേരിക്കയിൽ അനേക വർഷങ്ങൾ താമസിച്ച് പരിചയസമ്പന്നനായ ഒരു മെത്രാപ്പോലീത്തയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ സഭയ്ക്ക് തീർച്ചയായിട്ടും മുൻപോട്ട് ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പരിചയം, അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതിൽ എൻ്റെ വ്യക്തിപരമായ അതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ സെറാഫിൻ മെത്രാപ്പോലീത്ത ബാംഗ്ലൂർ ഭദ്രാസനത്തിലായിരുന്നു. അവിടുത്തെ സേവനം കഴിഞ്ഞ് ഇപ്പോൾ തുമ്പമൺ ഭദ്രാസനത്തിൽ ഇരിക്കുന്നു. അങ്ങനെ എല്ലാ മെത്രാപ്പോലീത്തമാരെയും നമ്മൾക്ക് ദൈവഹിതം ആയതുകൊണ്ട് 30 ഭദ്രാസനമുണ്ട്. ആ ഭദ്രാസനത്തിൽ മാറി മാറി സേവനം ചെയ്താൽ അവിടുത്തെ വൈദിക ശ്രേഷ്ഠർക്കും അവിടുത്തെ സഭാജനങ്ങൾക്കും അവരുടെ കഴിവിനെ പ്രയോജനപ്പെടുത്തുവാനും പുതിയ അറിവുകൾ ലഭിക്കുവാനും സാധ്യമാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ ഈ വൈദികരുടെ ട്രാൻസ്ഫറിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? വൈദികരുടെ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്ലർജി ട്രാൻസ്ഫർ എന്നുള്ള പ്രസ്ഥാനം തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായെങ്കിലും അമേരിക്കയിൽ തുടങ്ങിയിട്ട് ഏകദേശം 8-10 വർഷം മാത്രമേ ആയുള്ളൂ. അതിനു മുൻപ് ധാരാളം അഭിപ്രായങ്ങൾ ഇതേക്കുറിച്ച് വന്നു. അമേരിക്കൻ രണ്ട് ഭദ്രാസനത്തിനുമുള്ള വിശ്വാസികളുടെ ഒരു ആവശ്യമായിരുന്നു ഈ വൈദിക ശ്രേഷ്ഠരെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഡാലസിൽ നമ്മുടെ സഭയ്ക്ക് അതിമനോഹരമായ 7 പരിശുദ്ധ ദേവാലയങ്ങളുണ്ട്. 7ഉം നമ്മുടെ സ്വന്തമാണ്. 100 മൈൽ റേഡിയസ് മാക്സിമം, അത്രയും പോലും ഇല്ല. ശരിക്കും പറയാൻ 60 മൈൽ റേഡിയസിൽ 8-10 പുരോഹിതന്മാർ ഇവിടെയുണ്ട്. അവരെല്ലാം കഴിവുള്ളവരാണ്. അവരെല്ലാം അന്യോന്യം ഇവിടുത്തെ ജനങ്ങൾ അറിയുന്നവരുമാണ്. അവരുടെ കഴിവുകൾ ഓരോ ദേവാലയങ്ങളിലും മാറി മാറി അത് പ്രകടിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ സഭയ്ക്ക് നന്മ, സഭയുടെ പുരോഗതിക്ക് നന്മ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൽ ഞാൻ
പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കുകയും ആ ഒരു ആശയത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ നാട്ടിലെ സ്ഥിതിയല്ല ഇവിടുത്തെ സ്ഥിതി. കാരണം നാട്ടിലെ ഒരു ഭദ്രാസനത്തിൽ അല്ലെങ്കിൽ സഭ കേന്ദ്രീകരിച്ച് കേരളത്തിലെ എല്ലാ പള്ളികളും എടുത്ത് സഭ ഒരു കേന്ദ്രീകൃത വൈദിക ട്രാൻസ്ഫർ നടത്തിയാൽ പോലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം അവിടെയൊക്കെ പോയി വരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവിടുന്നേക്ക് മാറി താമസിച്ചാലും അവർക്കൊക്കെ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. പക്ഷേ അമേരിക്കയിൽ അതല്ല. അമേരിക്കയിൽ ഈ പറയുന്ന പള്ളികളിലെ വൈദികര് അവർ ആ പള്ളികളിൽ വൈദികരായിട്ട് മാത്രമല്ല അവർ ശുശ്രൂഷ ചെയ്യുന്നത്. അവർ മറ്റ് ജോലികൾ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം മറ്റ് അവരുടെ കുടുംബങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട്. കാരണം ജോലി ചെയ്യാതെ അവർക്ക് ഇവിടെ ജീവിച്ചു പോകാൻ കഴിയില്ല. അവർക്ക് ജീവിക്കാൻ പൈസ ഉൾപ്പെടെ അവർക്ക് ആവശ്യമാണല്ലോ. പൈസ ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരു വൈദികന്റെ ശമ്പളം കൊണ്ട് മാത്രം ഈ രാജ്യത്ത് കഴിഞ്ഞു പോകാൻ ഒരു ഫാമിലിയായിട്ട് ഒരു വൈദികൻ കഴിഞ്ഞു പോകാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ഫാമിലി മക്കളായാലും അല്ലെങ്കിൽ കൊച്ചമ്മമാരാണെങ്കിലും അവർക്ക് ജോലിക്ക് പോയേ പറ്റൂ. ഈ വൈദികരും ജോലിക്ക് പോകുന്നുണ്ട്. പല വൈദികരും നമ്മുടെ ഈ ഭദ്രാസനങ്ങൾ എടുത്ത് 2 ഭദ്രാസനങ്ങളാണ് അമേരിക്കയിലുള്ളത്. ഈ 2 അമേരിക്കൻ ഭദ്രാസനങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന വൈദികരിൽ ഒട്ടുമിക്ക വൈദികരും വേറെ ജോലി ചെയ്യുന്നവരാണ്. ജോലി ചെയ്തെങ്കിലേ പറ്റൂ. അതൊരു തെറ്റായിട്ടോ ഒരു കുറവായിട്ടോ ഒന്നും കരുതാൻ പറ്റില്ല. അപ്പം അവരുടെ ജോലിയും അവരുടെ ഫാമിലിയുടെ ജോലിയും ഒക്കെ കണക്കാക്കി അവരെ ദൂര സ്ഥലത്തേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു പരിധി വരെ ഇപ്പം എനിക്ക് തോന്നുന്നു സൗത്ത് വെസ്റ്റിൽ മാത്രമാണ് ട്രാൻസ്ഫർ കഴിഞ്ഞ പ്രാവശ്യം മുതൽ പ്രാബല്യത്തിൽ വന്നത്. പക്ഷേ എന്നാലും എല്ലാ സ്ഥലത്തും എല്ലാ പള്ളികളിലും ട്രാൻസ്ഫർ ഇല്ല. ചുരുക്കം ചില പള്ളികളിൽ മാത്രം ട്രാൻസ്ഫർ നടത്തി അത് നിർത്തിവെച്ചു. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റിൽ അധികം ട്രാൻസ്ഫർ ഇല്ല. തിരുമേനി പറഞ്ഞത്, അവിടുത്തെ നിക്കോളാസ് തിരുമേനി പറഞ്ഞത് മുമ്പ് അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഒക്കെ സഭയ്ക്ക് വളരെ മുതൽക്കൂട്ടാണ്. അതുപോലെ പള്ളികൾക്കും ഒക്കെ അനാവശ്യമായ ഒരു ട്രാൻസ്ഫറോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ നടത്താറില്ല. കാരണം ഇതൊക്കെ പരിഗണിച്ചാണ്, ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചാണ് അവിടെ ട്രാൻസ്ഫർ ഇല്ലാത്തത്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റിലും തിരുമേനി വളരെ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി വന്നതിന് ശേഷമാണ് ട്രാൻസ്ഫറൊക്കെ ഇത്രയെങ്കിലും ട്രാൻസ്ഫർ തുടങ്ങി വെച്ചത്. മുൻപും പലരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും അതൊരു കമ്പൽസറി ആയിട്ട് അങ്ങനെ ഒരു എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു ടേം അനുസരിച്ച് മാറ്റിയിരുന്നില്ല. ഇപ്പം തോമസ് മാർ ഇവാനിയോസ് തിരുമേനി വന്നതിന് ശേഷം ഒരു ടേം അനുസരിച്ച് പരമാവധി 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ട്രാൻസ്ഫറൊക്കെ നടത്തുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഭദ്രാസനത്തിൻ്റെ ഭരണം നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വൈദികരുടെ ട്രാൻസ്ഫർ നാട്ടിൽ ഉള്ളതുപോലെ അമേരിക്കയിൽ നടത്തുന്നത് അത്ര പോസിബിൾ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ശരിയല്ലേ? നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഒരു ഡയോസിസിൽ ഒരു ഭദ്രാസനത്തിൽ, ഉദാഹരണമായി ഞാൻ ഉൾക്കൊള്ളുന്ന നിരണം ഭദ്രാസനത്തിൽ ആണ് ട്രാൻസ്ഫർ. നിരണം ഭദ്രാസനത്തിൽ നിന്ന് കോട്ടയം ഭദ്രാസനത്തിലോട്ട് ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ അമേരിക്കയിൽ ഞങ്ങളുടെ സൗത്ത് വെസ്റ്റ് ഡയോസിസിലെ 3ാമത്തെ മെത്രാപ്പോലിത്തായാണ് ഇപ്പോൾ ഉള്ള അഭിവന്ദ്യനായ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത. ആ മെത്രാപ്പൊലീത്ത ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡാലസ് നഗരം എന്ന് പറയുന്നത് 100 മൈൽ റേഡിയസ് മാത്രമാണ്. ഈ 100 മൈലിൽ ഏത് വൈദിക ശ്രേഷ്ഠനും 25 അല്ലെ 20 മിനിറ്റിനകം മറ്റ് ദേവാലയങ്ങളിൽ ചെന്ന് ചേരുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവർക്കൊരു ട്രാൻസ്ഫർ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അതേസമയം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പുരോഹിതന്, ആ അച്ഛന് മറ്റിടവുകളിലെ ജനങ്ങളുമായി ഇടപഴകുവാനും മറ്റുള്ളവർക്ക് ഇല്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല, എന്നോട് ക്ഷമിക്കണം, ഒരച്ഛന് കുറവുള്ള കഴിവുകൾ മറ്റൊരച്ഛന് കൂടുതലായി കാണും. അത് ദൈവം നമ്മളെ എല്ലാവരെയും പലവിധമായ കഴിവുകൾ വെച്ചാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കഴിവ് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുത്തണം, ഉപകരിക്കണം എന്ന് കരുതി
ഒരു ഇടവകയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അച്ഛൻ ഒരിക്കലും ആ ഇടവകയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ആ ഇടവകയിലെ വിവാഹ ശുശ്രൂഷയ്ക്കും മാമോദിസ ശുശ്രൂഷയ്ക്കും സംസ്കാര ശുശ്രൂഷകൾക്കും എല്ലാം ഈ അച്ഛന്മാരെല്ലാം ഒരുപോലെ വന്ന് ഒറ്റക്കെട്ടായി നിന്നാണ് ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുന്നത്. അതൊരു വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ്. മറ്റ് സഭകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അമേരിക്കൻ ഭദ്രാസനത്തിലെ സൗത്ത് വെസ്റ്റ് ഡയോസിസിൽ ഡാലസിൽ ഇങ്ങനെയുള്ളൊരു അവസരം വരുമ്പോൾ എല്ലാ പുരോഹിതന്മാരും ഒരുപോലെ നിന്ന് 10-15 അച്ഛന്മാരും വലിയച്ഛന്മാരും കൊച്ചച്ഛന്മാരും കോർപ്പിസ്കോപ്പമാരും എല്ലാം ഒരുമിച്ച് നിരന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണെന്നുള്ളൊരു ഫീലിങ്സും ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിൽ വലിയ കുഴപ്പമില്ല ട്രാൻസ്ഫർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കരുതുന്നത്. ഈ ട്രാൻസ്ഫർ എന്ന് പറയുമ്പം ഇതിപ്പം സൗത്ത് വെസ്റ്റ് ഭദ്രാസനം എന്ന് പറയുന്നത് തന്നെ ഡാളസ് മാത്രമല്ല, അതിനകത്ത് മറ്റ് സ്റ്റേറ്റുകളും വരുന്നുണ്ട്. ഇപ്പൊ ചിക്കാഗോയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനെ ട്രാൻസ്ഫർ ചെയ്ത്, ചിക്കാഗോയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ, അദ്ദേഹത്തെ ഡാളസിലോട്ട് വിട്ടാൽ എങ്ങനെയിരിക്കും? അദ്ദേഹത്തിന് ചിക്കാഗോയിൽ ചിലപ്പം ജോലി കാണും, അദ്ദേഹത്തിൻ്റെ കുടുംബം ചിക്കാഗോയിലാണ്, അവർക്കൊക്കെ ജോലി കാണും. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ദിവസവും ചിക്കാഗോയിൽ നിന്ന് ഡാളസിൽ വന്ന് ജോലി ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിക്കാഗോയിൽ ജോലി ചെയ്തിട്ട് ഡാളസിൽ വന്ന് ആഴ്ചയിൽ ഒരു ദിവസം വന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പള്ളിയിലുണ്ടായാൽ അതെല്ലാം വന്ന് സാധിച്ചിട്ട് തിരിച്ചു പോകും. അതൊക്കെ അസാധ്യമാണ്, അതൊന്നും സാധ്യമല്ല. ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ, ചിലപ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ ചിലപ്പോൾ നടന്നേക്കും. ഇതിപ്പോൾ ഡാളസിൽ 6-7 പള്ളിയുണ്ട്. ഈ 7 പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചിലപ്പോൾ അത് പോസിബിളാണ്. ചിലപ്പോൾ അത് അങ്ങ് പറഞ്ഞതുപോലെ അത് കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ ഭദ്രാസനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ട്രാൻസ്ഫർ എന്നുള്ളത് അതൊരു അപ്രായോഗികമാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഡാലസിൽ മാത്രമല്ല, ഹ്യൂസ്റ്റണിലും നമ്മൾക്ക് 4 ദേവാലയങ്ങളാണുള്ളത്. അവിടെയും ഹ്യൂസ്റ്റൺ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളികളിൽ ട്രാൻസ്ഫറാണ്. ഹ്യൂസ്റ്റണിലുള്ള ഒരച്ഛന്മാരെയും ഷിക്കാഗോയ്ക്കോ അല്ലെ കാലിഫോർണിയയ്ക്കോ മാറ്റുന്നില്ല. ഈ ശ്രീ ബെന്നി പറഞ്ഞതുപോലെ ഇത് വരുന്നത് പുതിയതായിട്ട് നമ്മൾ പട്ടമേറ്റ് ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന അച്ഛന്മാർക്ക് ഇത് തീർച്ചയായിട്ടും അത് ബാധകമാണ്. പുതിയതായിട്ട് പട്ടമേറ്റ് ശുശ്രൂഷ ചുമതലയെടുക്കുന്ന അച്ഛന്മാരുടെ ബാധ്യതയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഏത് ഭാഗത്തും, ഭദ്രാസനത്തിലുള്ള ഏത് ഭാഗത്തും പോയി ഞാൻ ശുശ്രൂഷ ചെയ്തു കൊള്ളാം എന്ന് ദൈവം മുൻപാകെ എടുക്കുന്നൊരു ദൃഢപ്രതിജ്ഞയാണ്. ആദ്യത്തെ 1-2 വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകേണ്ടിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇൻ എ ലോങ് റൺ, വെൻ ഇറ്റ് കംസ്, ഞങ്ങളുടെ തിരുമേനിമാരെല്ലാവരും, പ്രത്യേകിച്ച് ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയ എസോബിയസ് മെത്രാപ്പൊലീത്ത, ഇപ്പോഴുള്ള ഇവാനസ് മെത്രാപ്പൊലീത്ത, ഇവരെല്ലാം ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർ നടപ്പാക്കുന്നത്. ഈ ഡാലസിൽ നിന്ന് ചെറുപ്പക്കാരായ 1-2 അച്ഛന്മാരെ ഷിക്കാഗോയിലോ അല്ലെ കാലിഫോർണിയയിലോട്ടോ മാറ്റിയിട്ടുണ്ട്. പക്ഷെങ്കിൽ 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോൾ അവർ തിരിച്ച് ഈ ഭദ്രാസനത്തിൽ അടുത്ത് തന്നെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു.